സിമ്മിൽ കുളിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ, ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് വെച്ചാൽ വലിയ ദൂരത്തേക്കൊന്നുമല്ല, കണ്ണൂർ തന്നെയാണ്. കണ്ണൂരിലെ പൈതൽ മലയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ഈ പ്രാവശ്യം കസിൻസ് എല്ലാവരും കൂടെ വന്നപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം അവർ വന്ന സമയത്ത്, കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ടുണ്ടാവും അവർ വന്നിട്ട്. അപ്പോൾ ആ ടൈമിൽ അവർ വന്നപ്പം നമ്മൾ ഒരു പയ്യന്നൂരുള്ള ഒരു സ്ഥലത്താണ് പോയി നിന്നത്. അപ്പോൾ അതും അടിപൊളിയാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു ദിവസമൊക്കെ പോയി നിന്ന് പെട്ടെന്ന് തിരിച്ചു വരാനൊക്കെ ഒരു പറ്റിയൊരു സ്ഥലം. അപ്പോൾ ഈ പ്രാവശ്യം അത് ബുക്കായി പോയതുകൊണ്ട് നമ്മൾ തപ്പി എത്തിയ സ്ഥലമാണ് ഇത്. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോണ്ടല്ലോ, ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് അയ്യോ നല്ല ചൂടാണ്, അവിടെ പോയിട്ട് പൊരിഞ്ഞ് ചാവും എന്നൊക്കെയുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റി. ഞാൻ വയനാടിനെ ഒട്ടും മിസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സൂപ്പർ സ്ഥലം. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഇറങ്ങിയത്. നമ്മൾ വേഗം തന്നെ ആടിയെത്തി. ഞാനൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത്, എൻ്റെ കോലാണത് ഉറങ്ങി എണീറ്റതിൻ്റെ. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ചിക്കൻ റോളും ഷവർമയും പിന്നെ എല്ലാം വാങ്ങിയിരുന്നു. അപ്പം വന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച്, ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ചിക്കൻ റോൾ തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ, നല്ല സ്റ്റേ കേട്ടോ. നമുക്കിതിൻ്റെ ഇങ്ങനെ മുകളിലാട്ടോ തന്നെ ഒരു ടെൻറ്റ് പോലത്തെ ഒരു സ്ഥലം. പക്ഷേ 2 ബെഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ബെഡും കൂടി എക്സ്ട്രാ മേടിച്ചു. കാരണം രുക്കുണ്ടല്ലോ, രുക്കുവിന് ഒരുപാട് സ്ഥലം വേണം കിടക്കാൻ. രുക്കുവിന് തന്നെ ഒരു ബെഡ് ഫുള്ള് വേണം കിടക്കാൻ. അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ തിക്കി നമ്മളെ താഴെ നമ്മളെ റൂം നമ്മളൊരു ബെഡും കൂടി എക്സ്ട്രാ മേടിച്ച് നമ്മൾ അവിടെ തന്നെ കിടന്നു. 6 പേർക്കും കൂടെ ഉള്ള അടിപൊളി നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു റൂമായിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ അടിപൊളി. എനിക്ക് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലമില്ലേ, നമുക്കിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങൾ വെറുതെ ഇരിക്കാൻ പോയതല്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഒരു കട്ടനൊക്കെ കുടിച്ച് ഞാൻ പൈതൽ മലയിൽ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പൈതൽ മലേൻ്റെ മുകളിൽ വരെ കയറണം, നമുക്ക് സൺസെറ്റ് കാണണം, പിന്നെ രാവിലെ എണീറ്റിട്ട് നമുക്ക് പോയിട്ട് സൺറൈസ് കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ രാഹുലേട്ടനൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു പിന്നെ ലാസ്റ്റിലും കൂടെ നിർബന്ധിച്ച് നമ്മൾ പോയി. എത്ര മണിക്കെന്നറിയാം, നമ്മൾ 6:30 പോയി. എന്തിന്? സൺസെറ്റ് കാണാൻ. അതാണ് നമ്മൾ. അപ്പോഴത്തേക്ക് സൂര്യനൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പോയി സൺസെറ്റ് കാണാൻ പോവുകയാണ് കേട്ടോ. നടന്ന് നല്ല ഇങ്ങനെ ഒരു കുന്നുപോലത്തെ സ്ഥലമാണല്ലോ. ശരിക്കും നമ്മൾ പൈതൽ മലയിലേക്ക് കയറി നടന്നിട്ട് എത്തുമ്പോഴത്തേക്ക് തന്നെ നല്ല സൈഡായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് അവിടുന്ന് മേലെ കയറിയവരൊക്കെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമേ മേലോട്ടേക്ക് കയറുന്നവരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ തുടങ്ങിയപ്പം ഞാൻ ശരിക്കും പൊട്ടു. കാരണം കയറാൻ നല്ല ബുദ്ധിമുട്ടെന്നല്ല, ഞാൻ ഇതിൻ്റെ മുമ്പ് കയറിയിട്ടുണ്ടോ. ഞാൻ ഇതിനേക്കാൾ തടിയുള്ള സമയത്ത് വെച്ചാൽ രുക്കുവിന് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 4-5 മാസമുള്ള സമയത്ത് എൻ്റെ 2 കസിൻ സിസ്റ്റർ വന്ന സമയത്ത് അവരെയും കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വരെ കയറിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഇല്ലാത്ത ഒരു കാലുവേദനയും നടുവേദനയും ഒക്കെ ഇന്നാണെങ്കിൽ കിതച്ചിട്ടാണ് കയറാനും കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു തീരെ ബോഡി വ്യായാമമൊന്നും ചെയ്യുന്നില്ല. കുറേ ആയി ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്. അതായിരിക്കും ഇപ്പോൾ നമുക്ക് മെല്ലെ വർക്കൗട്ടും ഡയറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായെന്ന് എനിക്ക് പറഞ്ഞു തന്നു. പൈതൽ മല പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡി വളരെ വീക്കാണ് എന്നുള്ളത്. ഞാൻ തളർച്ചയായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഗൈസ്. അപ്പം നമ്മൾ മെല്ലെ കയറിയിട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് എനിക്ക് തോന്നുന്നു കണക്ക് ഇതൊക്കെ തിന്നതിൻ്റെ വിഷമാണോ കയറാനെന്ന് അറിയില്ല. എന്തായാലും നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് മെല്ലെ എങ്ങനെയൊക്കെയോ പകുതി വരെ എത്തി. പകുതി ആയോന്ന് എനിക്കറിയില്ല. പകുതി വരെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി അങ്ങോട്ട് കയറണം. പിന്നെ ഇനിയിപ്പോൾ കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം നല്ല ഇരുടായി, പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ അതിൻ്റെ മേലെ പോയിട്ട് നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട്. നല്ല കാറ്റും നല്ല സൺസെറ്റൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ അടുത്തുള്ള ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൻ്റെ മേലെയൊക്കെ കയറി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഓരോരുത്തരും എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഇതൊക്കെ നമുക്ക് പിന്നെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. ഞങ്ങളന്ന് അങ്ങനെ പോയില്ലേ ഇങ്ങനെ പോയില്ലേ എന്നൊക്കെ പറയാം.
കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ. ഇപ്പോൾ പഴയ കോളേജിലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓരോരുത്തർ ഗ്രൂപ്പിൽ ഇടുമ്പോൾ നമുക്ക് തന്നെ ചെയ്യണം. കാരണം എൻ്റെയൊക്കെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല കോലമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ചിലപ്പോൾ നമുക്ക് ആ ടൈമിൽ ഓരോരുത്തരോട് ദേഷ്യമുള്ള, പിന്നെ ഇപ്പം നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയവരുണ്ടാവാം, അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ. അപ്പോൾ ഓരോരോ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഓരോരോ കഥകൾ ഓർമ്മ വരും. അതൊക്കെ രസമാണല്ലേ ശരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് വായൊക്കെ നോക്കി. അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതാ അമ്മേ എൻ്റെ വീടതാ, അവിടുന്ന് അതാ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ തള്ളുന്നുണ്ട്. അപ്പം നമ്മൾ മെല്ലെ ഇറങ്ങി ഇനി എന്നാ പരിപാടി എന്ന് വെച്ചാൽ രുക്കു മെയിനായിട്ട് വന്നിട്ടുള്ളത് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനാണ്. അപ്പോൾ അത് കളിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൾ ഞങ്ങളെല്ലാവരെയും കുത്തിക്കൊല്ലും. അതുകൊണ്ട് നമ്മൾ അവളെ എടുത്ത് സ്വിമ്മിംഗ് പൂളിലിട്ടു. ഞങ്ങളാരും ഇറങ്ങിയില്ല കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിലും കൂടെ ഇറങ്ങി കയറുമ്പോഴത്തേക്ക് വിറച്ച് ചാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാരും ഇറങ്ങിയില്ല. രുക്കുവും അർജുവും പിന്നെ ദീപുവും മാത്രം ഇറങ്ങി. അങ്ങനെ അവർ കുറച്ച് സമയം കളിച്ച് പിന്നെ നമ്മൾ മന്തി ഓർഡർ ചെയ്തിന്. അത് അപ്പോഴത്തേക്ക് വന്നു. മന്തി അൽഫാമുമായിരുന്നു രാത്രിത്തേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല സർവീസാണ്. ഫുഡായാലും എല്ലാം സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പം നമ്മളതൊക്കെ കഴിച്ച് ഒരു 12:30-1 മണി വരെയൊക്കെ ഇരുന്ന് സംസാരിച്ച്. അത് തിന്നിട്ട് തീരുന്നില്ല. എനിക്കൊന്ന് കുറേ മന്തി ഉണ്ടായിരുന്നു. നമ്മൾ 5-6 ആൾക്കാർക്കും ആവശ്യത്തിൽ കൂടുതൽ മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് തീരുന്നത് വരെ ഇരുന്ന് കത്തിയടിച്ച് പിന്നെ 1 മണിയായപ്പം മെല്ലെ കിടന്നുറങ്ങി രാവിലെ ഒരു 9 മണിയായി എണീക്കാൻ. അർജുനൊരു മീറ്റിംഗ് ഒക്കെ ഉള്ളതിനെ കൊണ്ട് അർജുൻ വേഗം പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ വീണ്ടും ഇരുന്ന് കുറേ സംസാരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ അവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പിന്നെ മെല്ലെ നമ്മളൊരു 12:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. 12:30 ആയപ്പം ഇറങ്ങി. പിന്നെ നമുക്ക് അവിടുന്ന് ചായ കിട്ടിയില്ല. കട്ടനായിരുന്നു കുടിച്ചത് നമ്മൾ. അതുകൊണ്ട് നമ്മളൊരു നല്ല ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ നമ്മൾ വിചാരിച്ച് ഇന്ന് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം പറശ്ശിനീൻ്റെ അടുത്ത് ഒരു കള്ള് ഷാപ്പുണ്ട്. അവിടെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് അയക്കളയാം. കള്ള് ഷാപ്പിലെ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പം നമ്മൾ മെല്ലെ ഇവിടുന്ന് എല്ലാം എടുത്ത് വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ പോവുകയാണ്. ഇനി കുറച്ച് സമയം ഉണ്ട് കേട്ടോ, ഒരു 1.5 മണിക്കൂറുണ്ട്. അപ്പം രുക്കുവിൻ്റെ ഗാനമേള കേട്ടിട്ട് നമുക്ക് മെല്ലെ പോവാം. പാട്ട് കേട്ട് ഞങ്ങൾക്ക് ക്ഷീണമായി ഗൈസ്. അങ്ങനെ നമ്മൾ കള്ള് ഷാപ്പിൻ്റെ അടുത്തെത്തി. അവിടെ കുറേ വണ്ടി ഉണ്ട് കേട്ടോ, നിങ്ങളെ കണ്ടോ. എല്ലാം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കോളേജിലെ കുട്ടികളും പിന്നെ കുറേ അമ്മമാരും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് റോഡുമിൽ വണ്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ കള്ള് ഷോപ്പിലേക്ക്. അങ്ങനെ അവിടെ എത്തി നമ്മൾ മെല്ലെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അത്യാവശ്യം നമ്മൾ എത്തുമ്പോഴത്തേക്ക് 2:45 അടുത്ത് എത്തിനെ. അപ്പോൾ പിന്നെ അധികം അവിടെ ഇങ്ങനെ എല്ലാ ഫുഡും ഇല്ല. അങ്ങനെ കുറച്ച് നമ്മൾ വാങ്ങി. പോർക്കും ചിക്കനും മീൻകറി അങ്ങനെയുള്ളതൊക്കെ മേടിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഹൈപ്പ് മാത്രമുള്ള പോലെ തോന്നി. കാരണം ചിക്കനൊക്കെ ഭയങ്കര മൂത്തിട്ട് ചിക്കനാണോ ഇത് എന്ന് വരെ തോന്നിപ്പോയി. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മെല്ലെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുക കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റത്തെ ദിവസം കൂടിയാണ് കേട്ടോ. അതിൽ നല്ല സങ്കടമുണ്ട് ശരിക്കും. ഒരുപാട് മിസ് ചെയ്യുന്നു ഗൈസ്. അപ്പം അവസാനത്തെ ഞങ്ങൾ ഒരാഴ്ചയായി ഇങ്ങനെ കൂടുന്നു. അങ്ങനെ എല്ലാവരും പോവുകയാണ് സൺഡേ. അപ്പം എല്ലാവരും കൂടുമ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുമല്ലോ അല്ലേ. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മിസ് ചെയ്യുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ഇനിയും കാണാമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരുന്നൊരു സാധനം കൂടിയാണ്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തു. ഇനി അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ ഗൈസ്.